ഈശ്വമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, എൻ്റെ പേര് ഫാദർ ജോസ് വടക്കൻ. ഞാൻ മലയാറ്റൂർ കുരിശുമുടി, പ്രസിദ്ധമായ അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ കുരിശുമുടിയിലെ സ്പിരിച്വൽ ഡയറക്ടറാണ്. ഇവിടെ വളരെ മനോഹരമായിട്ട് ക്രമീകരിക്കുന്ന പൊൻപണമറക്കൽ എന്ന ഒരു ആചാരത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണ് ഞാനിവിടെ ആയിരിക്കുക. നമുക്ക് വളരെ സുപരിചിതമാണ്. മലയാറ്റൂർ കുരിശുമുടിയിൽ നോമ്പ് കാലത്തിൻ്റെ അവസാനം ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച പുതുഞായർ നമുക്കെല്ലാവരും ആഘോഷിക്കുന്നതാണ്. ഓശാന ഞായർ മുതൽ പുതുഞായർ വരെയുള്ള സമയത്തെ പൈസ, മലയാറ്റൂർ കുരിശുമുടിയിൽ വീഴുന്ന നേർച്ച പൈസ, അത് വ്യത്യസ്ത കിഴികളിലാക്കി അത് താഴത്തെ പള്ളിയിൽ എത്തിക്കുന്ന കർമ്മമാണ് പൊൻപണമിറക്കൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് 1900കളിൽ ഇവിടെ വീണിരുന്ന നേർച്ചപ്പണം, അത് പൊന്നിൻ കുരിശുമല മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറയുന്ന പൊന്മല എന്നൊരു വിളിയുള്ളത് കൊണ്ട് ഇവിടെ വീഴുന്ന പൈസയെ പൊൻപണം എന്നാണ് വിളിക്കുന്നത്. പുണ്യാളൻ്റെ സാന്നിധ്യത്തിൽ വീഴുന്ന പൈസ. ഈ പൊൻപണം ഒരു ആചാരക്രമം പോലെ ഇത് കിഴികളാക്കി താഴത്തെ പള്ളിയിൽ എത്തിക്കുന്ന ഒരു വ്യത്യസ്തമായ ആചാരമാണ് പൊൻപണമിറക്കൽ. അതിനൊരു ബിബ്ലിക്കൽ, ഒരു ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയ പഠനങ്ങളൊന്നുമില്ല. അതിവിടെ രൂപം കൊണ്ട ഒരു വ്യത്യസ്തമായൊരു ആചാരമാണ്. ആദ്യം കുടങ്ങളിലാണ് ഇത് കൊണ്ടുപോന്നിരുന്നത്. പിന്നീട് മലയാറ്റൂർ കുരിശുമുടി പ്രസിദ്ധി ആർജിച്ച് വരുന്ന നേർച്ചപ്പണത്തിൻ്റെ അളവ് കൂടിയതോടുകൂടി അത് കിഴി അല്ലെങ്കിൽ സഞ്ചികളിൽ നിറച്ച് ഏതാണ്ട് 1000, 1500, 2000 കിഴികൾ വരെ ഉണ്ടാകും. അങ്ങനെ കിഴികളിലാക്കി അത് താഴെ എത്തിക്കുന്ന ഒരു കർമ്മമാണ് പൊൻപണമിറക്കൽ. ഇതിൽ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ വിചിത്രമായിട്ട് നമ്മൾ കാണുന്നൊരു കാര്യം, ഈ പൊൻപണമിറക്കുന്നതിൽ ഇവിടെ ആടുകളെ കൊണ്ടുവരും. ഒരു 3-5 ആടുകൾ ഉണ്ടാകും. ഈ ആടുകളെ പൊൻപണം ഇറക്കാൻ വേണ്ടി നിയോഗിക്കാൻ കാരണം, ഈ കുരിശുമുടി കണ്ടെത്തുന്നത് ആട്ടിടയന്മാരാണ്. ആടിനെ മേയ്ക്കാൻ വേണ്ടി കാടുകളിലേക്ക് വന്നുകൊണ്ടിരുന്നവരാണ് ഇവിടെ ഒരു പൊൻകുരിശ് കണ്ടതും അങ്ങനെ ഇവിടെ അതിൻ്റെ കുരിശുമുടിയുടെ ഒരു ആരംഭം വരുന്നത്. അപ്പോൾ മുത്തപ്പൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും ആടുകളെ കാഴ്ചവെക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ പൊൻപണം ഇറക്കുവാൻ വേണ്ടി ആടുകളെ നിയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ആചാരം നടക്കുമ്പോൾ ഏറ്റവും മുന്നിലായിട്ട് 3 ആടുകളെ ഈ പണസഞ്ചി ഇതിൻ്റെ മേലിൽ വെച്ച് നിരയായിട്ട് പൊന്നിൻ കുരിശുമല മുത്തപ്പോ പൊൻപണമിറക്കമെന്ന സുഹൃതജപം ഏറ്റു ചൊല്ലിക്കൊണ്ടാണ് ഈ പൊൻപണം ഇറക്കുന്നത്. 2 ദിവസങ്ങളിലായിട്ടാണ് പൊൻപണം ഇറക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓശാന ഞായർ മുതൽ പുതുഞായർ വരെയുള്ള ഇവിടെ വീഴുന്ന നേർച്ചപ്പണം പുതുഞായറിൻ്റെ അന്ന് വൈകിട്ട് 3 മണിക്ക് ആഘോഷമായിട്ട് ഇറക്കും. പുതുഞായർ മുതൽ 8-ാം ഇടം, അതിൻ്റെ അടുത്ത ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ വീഴുന്ന പൈസ നേർച്ചപ്പണം 8-ാം ഇടത്തിൻ്റെ അന്ന് പൊൻപണമായിട്ട് ഇറക്കും. അതും അന്നേ ദിവസവും 3 മണിക്കാണ് ഇറക്കുന്നത്. ഈ പൊൻപണം താഴെ എത്തിക്കഴിയുമ്പോൾ കൈക്കാരന്മാർ ഇത് സ്വീകരിക്കുന്നു. അങ്ങനെ പ്രദക്ഷിണമായി വാദ്യമേളങ്ങളോടുകൂടി ഈ അടിവാരത്ത് നിന്ന് പ്രധാന പള്ളിയായ സെൻറ് തോമസ് പള്ളി വരെ പ്രദക്ഷിണമായിട്ട് വാദ്യമേളങ്ങൾ അകമ്പടിയോടുകൂടി പോകും. അവിടെ താഴത്തെ പള്ളിയിലെ പഴയ പള്ളിയുടെ മുൻപിൽ വികാരിയച്ഛൻ്റെ സാന്നിധ്യത്തിൽ ഈ പണമെല്ലാം പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു പന്തലിൽ ഇത് ഇറക്കി വയ്ക്കും. അവിടെ വെച്ച് വികാരിയച്ഛൻ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പൊൻപണമെല്ലാം കൈക്കാരന്മാരുടെ സൂക്ഷിക്കുന്ന കേന്ദ്രത്തിലേക്ക് മാറ്റും. പിന്നീട് നിയോഗിക്കപ്പെട്ട ആൾക്കാരുടെ മേൽനോട്ടത്തിൽ ഈ പൈസയെല്ലാം എണ്ണി മറ്റു കാര്യങ്ങൾക്കുമായിട്ട് വിനിയോഗിക്കുന്നു. ഇതാണ് പൊൻപണത്തെക്കുറിച്ചുള്ള ആചാരം. ഇത് കാണാൻ വളരെ ഭംഗിയാണ്. കാരണം ഒരു 2000-3000-ത്തിലധികം ആളുകൾ വന്ന് ഇതിൻ്റെ ടോക്കൺ നേരത്തെ മേടിക്കും. ഈ ടോക്കൺ ഉള്ളവർക്കാണ് പൊൻപണം ഇറക്കാനുള്ള അവകാശം. കൃത്യമായിട്ട് എണ്ണമിട്ട് ടോക്കൺ കൊടുക്കും. മുൻകാലങ്ങളിൽ ഇടവകക്കാർക്ക് മാത്രമാണ് പൊൻപണം ഇറക്കാനുള്ള അവസരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് കുറച്ചും കൂടെ വിപുലീകരിച്ച് മറ്റ് ഇടവകക്കാർക്കും മറ്റു വ്യക്തികൾക്കും ഏത് നാട്ടിൽ നിന്ന് വന്നാലും ഈ ടോക്കൺ കിട്ടുന്ന മുറയ്ക്ക് അവർക്ക് പൊൻപണം ഇറക്കാമെന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. താഴെ എത്തുന്ന ആടിനെ അവർ ലേലം ചെയ്യുകയാണ് പതിവുണ്ടായത്. അപ്പോൾ ലേലം ചെയ്ത് അവർ ചിലപ്പോൾ വളർത്താൻ കൊണ്ടുപോകും, ചിലപ്പോൾ അതിനെ മറ്റ് ഉപയോഗങ്ങൾക്ക് വേണ്ടി മാറ്റാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അങ്ങനെ പൊന്മല കയറി പൊൻകുരിശ് നമ്മൾ കണ്ടു. ഇതാ പൊൻപണം നമ്മൾ ഇറക്കി താഴെ അവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കാനും പോകുന്നു. എല്ലാം നേർച്ചയാണ്. പൊന്മല കയറുന്നത് നേർച്ചയാണ്. പൊന്നും കുരിശ് തൊട്ടുമുത്തുന്നത് നേർച്ചയാണ്. ഏറ്റവും അവസാനമായി പൊൻപണം ഇറക്കി അവരുടെ കാൽക്കീഴിൽ കൊടുക്കുന്നതും അതും ഒരു നേർച്ചയായി നമ്മൾ ചെയ്യുന്നു. വളരെ വിചിത്രമായ ആചാരം. അച്ഛൻ തന്നെ പറഞ്ഞു, യാതൊരുവിധ ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുമല്ല. ഇത് ഇവിടെ ഉണ്ടായ ഒരു ആചാരം, ഒരു മിത്തോളജി, ഒരു അനുഷ്ഠാനം മാത്രമാണ് എന്ന് അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ കേട്ടു.
എന്തായാലും എനിക്കിത് സമർപ്പിക്കാനുള്ളത് കുറച്ച് അടിമകൾക്കാണ്. അത് പ്രധാനമായും ദൈവവചനം എടുത്തു വെച്ച് ചില കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങൾ പണക്കൊതിയന്മാരാണ്, യൂട്യൂബിൻ്റെ വരുമാനം മാത്രം നോക്കിയാണ് നിങ്ങളിത് ചെയ്യുന്നത്, ഉദരപൂർവമാണ് നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്ന സെബാസ്റ്റിനെ പോലെയുള്ള ചില അടിമകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സമർപ്പിക്കുന്നത്. കാരണം ആരാണ് പണമുണ്ടാക്കുന്നത്, എങ്ങനെയാണ് പണമുണ്ടാക്കുന്നത്, ആ പണം എങ്ങനെയാണ് ആരുടെയും കാശ് ചെലവില്ലാതെ മറ്റൊരു അധ്വാനവുമില്ലാതെ മലമുകളിൽ നിന്ന് താഴെ ഇറക്കി വരെ കൊണ്ടുവരുന്നത്, ഇതിനെന്തൊക്കെ സൈക്കോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിനും ചില അടിമ കുഞ്ഞാടുകൾക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ അടുത്തുള്ള മലയാറ്റൂർ വലിയൊരു തീർത്ഥാടന കേന്ദ്രം, ഒരു കാലത്ത് ഇത് വലിയ തീർത്ഥാടന കേന്ദ്രമൊന്നും ആയിരുന്നില്ല. നമ്മുടെ തോമാസ് ലീഹ വന്നു എന്ന് വിശ്വസിക്കുന്നു, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളുണ്ട്, ആന കുത്തിയ പള്ളിയുണ്ട്. അവിടെ തന്നെ താഴെ തുടങ്ങി മുകളിൽ വരെ ഏകദേശം 14ലധികം നേർച്ചപ്പെട്ടികൾ വലിയ രീതിയിൽ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ അതിനുമധികം മർത്തോമ മണ്ഡപമുണ്ട്, അവിടെയുണ്ട് നേർച്ചപ്പെട്ടി, മറ്റ് പല കാര്യങ്ങളുമുണ്ട്, ചർച്ചകളുണ്ട്, വീണ്ടും അവിടെ പൊന്നിൻ കുരിശുണ്ട്, കാൽപാദമുണ്ട്. ഇവിടെയെല്ലാം അനേകമായിട്ട് പണം ഇടുന്ന അല്ലെങ്കിൽ നേർച്ചപ്പെട്ടികൾ സൂക്ഷിക്കുന്ന അനേക മേഖലകളുണ്ട്. അതെല്ലാം ആകട്ടെ, അതൊക്കെ നമുക്കൊരു വരുമാന മാർഗമാണ്. ഒരു തീർത്ഥാടന കേന്ദ്രമാണെങ്കിൽ അതിനെ നടത്തിക്കൊണ്ടുപോകാൻ ചെലവുകളുണ്ട്, അതിൻ്റെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം നടക്കട്ടെ, നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ, സന്തോഷമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഒരു കൗണ്ടർ തന്നെയുണ്ട്. മർത്തോമ, അവിടെയുള്ള വിശുദ്ധ വസ്തുക്കൾ എന്ന് പറയുന്നു, പുസ്തകങ്ങളുണ്ട്, കുരിശുണ്ട്, അവിടെ കൊന്തയുണ്ട്, വെന്തിങ്ങിയുണ്ട്, ഇനി തിരുസ്വരൂപങ്ങളും ഉണ്ട്. അപ്പോൾ ആ തിരുസ്വരൂപങ്ങളെ വണങ്ങി അനുഗ്രഹം പ്രാപിക്കാനുള്ള ഭക്തജനങ്ങളുടെ തിരക്കുകൾ നമുക്കവിടെ കാണാം. പക്ഷേ അതിനേക്കാളെല്ലാം ഒരാൾക്ക് കുർബാന അർപ്പിക്കണമെങ്കിൽ, നൊവേന അർപ്പിക്കണമെങ്കിൽ, അടിമ വെക്കണമെങ്കിൽ പണം സ്വീകരിക്കുന്ന കൗണ്ടറും അവിടെയുണ്ട്. അതായത് നമ്മൾ പണം കൊടുത്ത് അടിമയാകുന്ന, കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ആരുടെയും മനുഷ്യരുടെ അടിമകളാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കേ, ഇതാ നമ്മൾ തന്നെ അങ്ങോട്ട് പണം കൊടുത്ത് അടിമ വയ്ക്കുന്ന ഒരു സമ്പ്രദായവും ഇവിടെ ഉണ്ട് എന്നുള്ളത് വളരെ ഖേദകരമാണ്. ദൈവത്തിൻ്റെ വചനം 1 കൊരിന്തോസ് അതിൻ്റെ 7-ാം അധ്യായം 23-ാം വാക്യം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. അത് വിശുദ്ധരുടെ ആകട്ടെ, മാതാവിൻ്റെ ആകട്ടെ, മറ്റാരുടെയും അടിമകളായി തീരരുത് എന്ന് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്ന സകല തീർത്ഥാടന കേന്ദ്രങ്ങളിലും വിശുദ്ധരുടെ അടിമ വയ്ക്കാൻ, പണം അങ്ങോട്ട് കൊടുത്ത് വിശുദ്ധരുടെ അടിമ വയ്ക്കാൻ, അല്ലെങ്കിൽ മാതാവിന് അടിമ വയ്ക്കാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെമ്പൽ കൊള്ളുകയാണ്. അതിനുവേണ്ടി വലിയ വലിയ കൗണ്ടറുകളും നിരക്കുകയാണ്. എന്തായാലും ഈ ഒരു ബിസിനസ് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ദൈവവചനം, വിശുദ്ധ ബൈബിൾ അത് യാഥാർത്ഥ്യമാണെന്നും അത് അപ്പസ്തോലികമാണെന്നും അത് ദൈവം തന്നെ തൻ്റെ ദൈവിക ശുശ്രൂഷകരിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നിവേശിതമായി എഴുതി നൽകിയതാണെന്ന് ബോധ്യമുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ വിശ്വസിക്കണം 1 കൊരിന്തോസ് 7:23, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ക്രിസ്തുവിൻ്റെ രക്തം വിലയുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ രക്തത്തെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഉള്ള ചില കാഴ്ചകൾ നമുക്ക് മുന്നോട്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ചു പോകാം. വളരെ വിചിത്രമായ, അച്ഛൻ പറഞ്ഞതിലും അധികമായിട്ടുള്ള അനേക കാഴ്ചകൾ. ഞാനിവിടെ കണ്ടൊരു ഏറ്റവും സങ്കടകരമായിട്ടൊരു കാഴ്ചയാണ്, ഒരു വിധവ കാഴ്ചയർപ്പിക്കുന്നതിന് തുല്യമായി ഒരു സ്ത്രീ, ആ സ്ത്രീ വിധവയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, എന്തായാലും ഒരു അമ്മയും കുഞ്ഞും അവരുടെ സമ്പാദ്യത്തിൻ്റെ എന്തൊക്കെയോ നുള്ളിക്കൂട്ടി ചില്ലറ പൈസ ആ നേർച്ചപ്പെട്ടിയിൽ കൊണ്ടുവന്നിടുന്നത് ഞാൻ കണ്ടു. ഇവരെയൊക്കെ നമ്മൾ ഏത് തരത്തിലൊക്കെയാണ് ചൂഷണം ചെയ്യുന്നത്? അവർ വിചാരിക്കുന്നത് ദൈവത്തിനാണ് സമർപ്പിക്കുന്നത്, അത് ദൈവത്തിനുള്ള കാഴ്ചയാണ്. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, വിധവയുടെ കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ചിന്ത ഇതാണ്, ഇത് ദൈവത്തിനാണ് സമർപ്പിക്കുന്നത്. എന്നാൽ ഇത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒരു പക്ഷേ ഈ വിധവ അറിയുന്നുണ്ടാകത്തില്ല. കാരണം ഈ ഒരു പണം താഴെ ഇറക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി ആ പണത്തെ ചൊല്ലി എന്തൊക്കെ വിവാദമുണ്ട് എന്ന് ഒരിക്കലും ഈ പാവപ്പെട്ട സ്ത്രീ അറിയാൻ പോകുന്നില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയുമായി ബന്ധപ്പെട്ട് ഈ പണം അതിരൂപതയിലേക്ക് കൊടുക്കണമോ, പ്രത്യേകിച്ച് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പണം മുഴുവൻ അതിരൂപതകളിലേക്ക് എത്തണം എന്നുള്ള നിയമങ്ങളും കാനോൻ ലോയും ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ഇതിനു വേണ്ടി ഉള്ള വലിയ തർക്കങ്ങളെക്കുറിച്ചൊന്നും ഈ പാവപ്പെട്ട സ്ത്രീക്ക് ഒരു പക്ഷേ അറിയാമുണ്ടാവില്ല. എന്തായാലും ആ വിധവയുടെ കാണിക്കുക, അല്ലെങ്കിൽ ഈ പാവപ്പെട്ട സ്ത്രീയുടെ കാണിക്കുക ദൈവം ഏറ്റെടുക്കട്ടെ, ദൈവസന്നിധിയിൽ അത് എത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. എന്തുമാകട്ടെ, അവരുടെ അറിവില്ലായ്മയോ അറിവോ എന്തും തന്നെ ആയാലും
ആ ഒരു സമർപ്പണം കർത്താവിൻ്റെ സന്നിധിയിൽ എത്തട്ടെ എന്നുകൂടെ നമ്മൾ ഇതിൻ്റെ ഒപ്പം പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. ഈ നേർച്ചപ്പെട്ടിയുടെ കീഴെയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും ഒരുപാട് പേര് കൈരൂപം, കാൽരൂപം, മനുഷ്യരൂപങ്ങൾ എന്ന് വേണ്ട കാറും നമുക്ക് വേണ്ട സകല കാര്യങ്ങളും പുണ്യാളൻ നടത്തിത്തരുന്ന അല്ലെങ്കിൽ തോമാസ് ലീഹ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അവിടെ താഴെയുള്ള കച്ചവടക്കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഇത്തരം ആൾ രൂപങ്ങളും ഇത്തരം മനുഷ്യരൂപങ്ങളും, മാത്രമല്ല കൈരൂപങ്ങളും കാൽ രൂപങ്ങളും. കൈക്ക് പരിക്കുണ്ടെങ്കിൽ കൈരൂപം, കാലിന് പരിക്കുണ്ടെങ്കിൽ കാൽ രൂപം, വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീടിൻ്റെ രൂപങ്ങൾ, ഇങ്ങനെ പലവിധ നേർച്ചകൾ. ഇതെല്ലാം ക്രിസ്തീയമാണോ? ഇതിനൊക്കെ എന്ത് ക്രിസ്തീയ പശ്ചാത്തലമാണ് ഉള്ളത് എന്ന് ഇവിടുത്തെ വിശുദ്ധരായ പ്രഗത്ഭരായ പുരോഹിതരോ പിതാക്കന്മാരോ നമുക്കൊന്ന് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് കൂന കൂട്ടി ഒരു കിണറിൽ തള്ളിയതും നമുക്കിവിടെ കാഴ്ചകളിൽ കാണാൻ സാധിക്കും. എന്തെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ വിശ്വാസമെന്ന് നമ്മൾ തന്നെ പരിശോധിച്ചറിയാൻ ഇതൊക്കെ ഒരു കാരണമാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുരിശ്. കർത്താവ് പറഞ്ഞു, എൻ്റെ കുരിശ് നിങ്ങൾ എടുക്കേണ്ടി വരും. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. നമ്മൾ ഇന്ന് മരങ്ങൾ വെട്ടി വലിയ വലിയ കുരിശുകൾ ഉണ്ടാക്കി ഇതാ മലയുടെ മുകളിലേക്ക് കയറുന്ന വിശ്വാസികളെയാണ് കാണുന്നത്. ഈ പൊൻപണം ഇറക്കുന്ന സമയത്ത് അവിടെ വിളിച്ചു പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന ഇങ്ങനെയാണ്: ഞങ്ങൾ പാപികളാണ് ഈ പൊൻപണം ഇറക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ട് തങ്ങൾ പാപികളാണ് എന്നൊരു ചിന്ത. തങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ പറയുവാനും അല്ലെങ്കിൽ ഈ പാപങ്ങൾ ഏറ്റെടുക്കുവാനും അതിന് പരിഹാരമായി ഇങ്ങനെ ചില പരിഹാര പ്രവൃത്തിയും ചെയ്തു വരുന്നതാണ് മലയാറ്റൂമലയിൽ സ്ഥിരമായി നമ്മൾ കാണുന്നത്. എത്രയോ കുരിശുകളാണ് നിങ്ങളുടെ കാണുന്നത്. എത്രയെത്ര മരങ്ങൾ വെട്ടിക്കൊണ്ടാണ്, നമ്മുടെ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടാണ്, യാതൊരുവിധ ഉപകാരവുമില്ലാത്ത, യാതൊരുവിധ നന്മയും കാണാത്ത ഇത്തരം പ്രവൃത്തികളെ നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? യേശു പറഞ്ഞത്, യേശു ചുമന്ന ഇതുപോലെയുള്ള കുരിശ് തന്നെ ചുമക്കാനാണോ കർത്താവ് പറഞ്ഞത്? കർത്താവ് എന്താണ് നമ്മളോട് പറഞ്ഞത്? ഇനി ഈ കുരിശ് ചുമക്കുന്ന അനേകം യുവാക്കൾ അവർ വിചാരിക്കുന്നത്, അവരോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, ഞാനും ഒരു കാലത്ത് ഇങ്ങനെ കുരിശ് ചുമന്നതാണ്. ഇങ്ങനെ കുരിശ് ചുമന്നുകൊണ്ട് മലയാറ്റൂമലയിലേക്ക് മുകളിൽ പോയപ്പോഴെല്ലാം എൻ്റെയൊക്കെ ചിന്ത ഇതായിരുന്നു: എൻ്റെ അനേകമായ പാപങ്ങൾ ഈ കുരിശ് ചുമക്കുന്നത് വഴി തീരുമെന്നൊരു ചിന്തയായിരുന്നു മിക്ക യുവാക്കളുടെ ഉള്ളിലും അവരുടെ ഹൃദയത്തിലുമുള്ളത്. ഒരുപക്ഷെ ഞങ്ങൾ പാപികളാണെന്നുള്ള ഒരു ചിന്തയായിരിക്കാം അവരെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ പാപത്തിന് വേണ്ടി ഇനിയൊരു പരിഹാരമുണ്ടോ? ഒരു പരിഹാര കർമ്മമുണ്ടോ? എൻ്റെ പാപങ്ങൾ പോക്കുന്നത് ഞാൻ ഇത്തരം പ്രവൃത്തികൾ ചെയ്തത് കൊണ്ടാണോ? അതെയോ ഇങ്ങനെ യേശുക്രിസ്തു കാൽവരിയിൽ എനിക്ക് വേണ്ടി യാഗമായതുകൊണ്ടാണോ, അവൻ കുരിശിൽ മരിച്ചതുകൊണ്ടാണോ എൻ്റെ പാപങ്ങൾ പൊറുക്കുന്നത്? ഞാൻ എന്താണ് ഇതിനൊക്കെ വേണ്ടി ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നു, ഞാൻ സകലതും പൂർത്തിയാക്കി എന്ന് യേശു ക്രൂശിൽ കിടന്ന് പറഞ്ഞു. എന്താണ് അവൻ പൂർത്തിയാക്കിയത്? അവിടുത്തെ വചനം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം: പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കും, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവന്റെ മേലുണ്ട് എന്നാണ് വചനം പറഞ്ഞത്. അപ്പോൾ എന്താണ് പുത്രനെ അനുസരിക്കേണ്ടത്? യേശു പറഞ്ഞ എന്ത് കാര്യങ്ങളാണ് അനുസരിക്കേണ്ടത്? ആശയപരമായി യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. യേശു ചുമന്ന ആ മരക്കുരിശല്ല യേശു പറഞ്ഞത്. നിന്റെ ജീവിത പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കെ തന്നെ യേശു പറഞ്ഞ ആ കുരിശ് നീ ചുമക്കണം. കർത്താവ് പറഞ്ഞ ആ വചനം നീ ഏറ്റെടുക്കണം. യേശുവിൽ നീ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനാണ് നിത്യജീവൻ എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു പരിഹാര ബലി ഇല്ല. പരിഹാര ബലി ക്രിസ്തു ചെയ്തിരിക്കുന്നു. ഹെബ്രായ ലേഖനം വ്യക്തമായിട്ട് പറയുന്നു, ഇനിയൊരു പരിഹാര ബലിയില്ല. ഇനി അവനെ കുരിശിൽ തറയ്ക്കാൻ കഴിയത്തില്ല. ഇനി യാതൊരുവിധ പരിഹാര ബലിയുമില്ല. പരിഹാര ബലി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണുള്ളത്? ആ ബലിയുടെ പൂർത്തീകരണം എന്നിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊന്നുമില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. എങ്കിലും നമ്മുടെ യുവാക്കന്മാരും നമ്മളും ഇന്നും അനേക വൃക്ഷങ്ങളെ വെട്ടിക്കൊണ്ട് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഇതാ അനേക മരങ്ങൾ മുകളിൽ കയറ്റി ഉണക്കമരമാക്കി അവിടെ സ്ഥാപിക്കുന്നു, അവിടെ കെട്ടിവെക്കുന്നു. ഇത് എന്തിനു വേണ്ടി എന്ന് നമ്മുടെ യുവാക്കൾ ചിന്തിക്കട്ടെ, നമ്മുടെ വിശ്വാസികൾ ചിന്തിക്കട്ടെ. വളരെ വിചിത്രമായൊരു കാഴ്ചയാണ് ഒരു ആടിന് ചുമന്ന പട്ടൊക്കെ ചുമത്തി ആ ആടിൻ്റെ പുറത്ത് ഈ ചുമന്ന പട്ടിങ്ങനെ ചുറ്റിവെച്ച് അച്ഛൻ തന്നെ പറഞ്ഞു, ഇത് ആട്ടിടയന്മാരാണ് മുകളിൽ. ആ പറഞ്ഞ അച്ഛൻ തന്നെ താഴോട്ട് ഇറങ്ങി പോകുന്ന കാഴ്ചയും നമുക്ക് കാണാം ആടിൻ്റെ പിന്നാലെ. അപ്പം അച്ഛൻ പറഞ്ഞ കാര്യം ഇതാണ്,
ആട്ടിടയന്മാരാണ് ഈ കുരിശ് കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് കടന്നു വരുന്ന കാഴ്ചകൾ നമുക്കറിയാം. ഈ പൊൻപണം താഴെ ഇറക്കി പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ആടിനെ ലേലം വിളിക്കുന്നു, അതും പണമാക്കുന്നു. ആ ആടിനെ തന്നെ വെട്ടി ആടിനെ നേർച്ചയായി ഏറ്റെടുത്ത് അതിനെ കൊന്ന് അതിൻ്റെ രക്തവും അല്ലെങ്കിൽ അതിൻ്റെ മാംസവും, രക്തം ഒരുപക്ഷെ കഴിക്കുന്നുണ്ടാകത്തില്ല, എന്തായാലും അതിൻ്റെ മാംസം കഴിച്ച് തൃപ്തിയടയുന്ന വിശ്വാസികളെയും നമുക്ക് മലയാറ്റൂരിൽ കാണാൻ സാധിക്കും. എത്ര വിചിത്രമായ ആചാരം! എല്ലാം പഴയ നിയമത്തിൻ്റെ നിഴലുകളാണെന്ന് പറഞ്ഞിട്ട് ആ നിഴലുകളിലേക്ക് തിരിച്ചു പോകുന്ന വിശ്വാസികളല്ലേ നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായത്തിൽ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ക്രിസ്തു ഇന്ന് ഈ മലയാറ്റൂരും ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും കർത്താവ് ചെയ്യാൻ പോകുന്നത്? നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിൽ നാണയം മാറ്റക്കാരും ആട് വിൽപ്പനക്കാരും കാളക്കിടാങ്ങളെ വിൽക്കുന്നവരും ചെങ്ങാലികളെ വിൽക്കുന്നവരും ഇങ്ങനെ കച്ചവടവൽക്കരിക്കുന്ന ആ കച്ചവടത്തെ ക്രിസ്തു ചാട്ടവാറെടുത്ത് എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ 16-ാം വാക്യത്തിൽ പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ ഇങ്ങനെ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്നും എടുത്തുകൊണ്ടു പോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് എന്ന് പറഞ്ഞ കർത്താവിനെ നമ്മൾ കാണുകയാണ്. അതേ കർത്താവിൻ്റെ ക്രോധം ഇവിടെ ഇറങ്ങി വരികയാണെങ്കിൽ, ആ യേശു ഇവിടെ മലയാറ്റൂർ വരികയാണെങ്കിൽ എന്തായിരിക്കും കർത്താവ് പറയാൻ പോകുന്നത്? എൻ്റെ ദൈവത്തിൻ്റെ ആലയം, എൻ്റെ കർത്താവിൻ്റെ ആലയം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കച്ചവട സ്ഥലമാക്കുകയല്ലേ. ജെറുസലേമിൽ ഇത് കച്ചവട സ്ഥലമാക്കിയ രീതി നമ്മളൊന്ന് പരിശോധിച്ചാൽ വളരെ വിചിത്രമായിരുന്നു. ഇവിടെയുള്ള ജനം മുഴുവൻ ഓരോ ദിവസവും പാപപരിഹാര ബലിക്ക് വേണ്ടി ആടുകളെ, ചെങ്ങാലികളെ, കാളക്കിടാങ്ങളെ കൊണ്ടുവരും. ഇവിടെ ഉണ്ടായിരുന്ന പുരോഹിത വർഗം എന്ത് ചെയ്യും? ഇത് ഒരിക്കലും ഊനമറ്റതല്ല, അതിൻ്റെ ചില കുറവുകൾ കണ്ടുപിടിക്കാൻ തുടങ്ങും. ഈ ആടിന് ഇങ്ങനെ പ്രശ്നമുണ്ട്, കാളയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇത് ശരിയല്ല, ഇത് ഊനമറ്റതല്ല എന്ന് പറഞ്ഞ് തിരിച്ചുവിടും. കിലോമീറ്ററുകൾ നടന്ന് തിരിച്ചുപോയി വീണ്ടും ഒരു ആടിനെ കൊണ്ടുവരിക അപ്രാപ്യമാണ്. ഒരു കാളയെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കുക ഒരിക്കലും പ്രായോഗികമല്ല. അവരെന്ത് ചെയ്യും? അവരുടെ കയ്യിലുള്ള നാണയങ്ങൾ കൊടുത്ത് അവിടെയുള്ള ആടുകളെ തന്നെ വാങ്ങും. അവിടെ ഉണ്ടായിരുന്ന പ്രധാന പുരോഹിതർ തന്നെയാണ് ഈ ജെറുസലേമിലെ ഈ കച്ചവടത്തിന്റെ പുറകിൽ എന്ന് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പരിശോധിക്കുന്ന, ചരിത്രം പരിശോധിക്കുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാകും. അവിടെ ഉണ്ടായിരുന്ന സന്നദ്ധരിംഗ് സംഘത്തിന്റെ പ്രധാന പുരോഹിതന്മാരുടെ തന്നെയായിരുന്നു ഈ ആടുകളുടെ കച്ചവട സ്ഥലം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ കച്ചവടം കൊഴുക്കും. വീണ്ടും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും ഈ കാര്യത്തിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. കാരണം ഒരു വ്യക്തി ആടിനെ കൊണ്ട് തൻ്റെ ഭവനത്തിൽ നിന്നും ജെറുസലേം ദേവാലയത്തിൽ പോവുകയാണെങ്കിൽ അവിടെയുള്ള ചുറ്റുമുള്ള ജനം മനസ്സിലാക്കും, ഇവൻ പാപിയ, ഒരു ആടിനെ സമർപ്പിക്കുന്ന അത്ര വലിയ പാപം ഈ വ്യക്തി ചെയ്തു എന്ന് സമൂഹത്തിന് മനസ്സിലാകും. വീണ്ടും ഒരു കാളക്കിടാവിനെ കൊണ്ടാണ് ഇവൻ ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നെങ്കിൽ കാഴ്ചക്കാര്, ചുറ്റുമുള്ളവര് ഒരു പ്രധാന പാതയിലൂടെ നടന്നു പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും, ഇവൻ മാരകമായ പാപം ചെയ്തവനാണ്. ഞാൻ പാപിയാണെന്ന് സമൂഹം തിരിച്ചറിയാതിരിക്കാൻ ഏക പോംവഴി ഇവിടുന്ന് കയ്യും വീശി പോകുക, ജെറുസലേം ദേവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആടിനെ വാങ്ങുക, കാളയെ വാങ്ങുക, ദൈവത്തിന് ബലിയർപ്പിക്കാൻ പുരോഹിതനെ ഏൽപ്പിക്കുക. അങ്ങനെ ബലിയർപ്പിച്ച് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ മാന്യനാണെന്ന് ഒരു മുഖം മൂടി എന്നും മുന്നോട്ട് പോകാൻ വേണ്ടി അവർ ചെയ്തിരുന്ന മറ്റൊരു പ്രവൃത്തി കൂടെ തന്നെയാണ് ഈ ജെറുസലേം ദേവാലയത്തിലെ കച്ചവടം. കർത്താവ് അതിനെ ചാട്ടവാറെടുത്ത് അടിച്ച് ഓടിച്ചു. എന്നാൽ നമ്മൾ ഇന്ന് ആ ചാട്ടവാറൊക്കെ നമ്മൾ മറക്കുന്നു. ക്രിസ്തുവിൻ്റെ എല്ലാ പ്രവൃത്തിയും നമ്മൾ മറക്കുന്നു. ഈ ജെറുസലേം ദേവാലയത്തിൽ വന്ന ക്രിസ്തു ഇന്ന് മലയാറ്റൂരും ഈ കച്ചവട കേന്ദ്രങ്ങളിലും വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ഇവിടുത്തെ പുരോഹിത വർഗം കണ്ണു തുറക്കട്ടെ. ഈ തലയെക്കെട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇത് ശബരിമലയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എന്തായാലും നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം. ഇത് മലയാറ്റൂർ മലയാണ്. അപ്പോൾ ഈ വിശ്വാസവും ഇതൊക്കെ എങ്ങനെ വരുന്നു, എവിടെ നിന്ന് വരുന്നു, ഏത് രീതിയിൽ കോപ്പി അടിക്കപ്പെടുന്നു എന്നുള്ളത് കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ക്രിസ്തീയ വിശ്വാസം ഇങ്ങനെ കോപ്പി അടിക്കാനുള്ളതാണോ? എന്താണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? മറ്റുള്ളവർ അവരുടെ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ അവർ ആചരിക്കുന്ന രീതികൾ നമ്മൾ അനുകരിക്കരുത് എന്ന് നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അനേക വചനങ്ങൾ അവർ ആരാധിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് എന്നുകൂടെ
കർത്താവ് നമ്മളോട് കൽപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ ഇത്തരത്തിൽ ഓർമ്മിപ്പിക്കുക. പൊന്മലറക്കം അടിമലറക്കം പാവിളിറക്കം മാതാവേ മക്കളിറക്കം മക്കളിറക്കം പൊൻപണറക്കം പൊന്മലറക്കം പാവിളിറക്കം പൊന്മലറക്കം അടിമലറക്കം പാവിളിറക്കം മാതാവേ മക്കളിറക്കം പൊൻപണറക്കം പൊന്മലറക്കം അടിമലറക്കം പാവിളിറക്കം റക്കമേ. പൊന്മലയിറക്കം, അടിമലയിറക്കം, അടിമകളിറക്കും, പാപികളിറക്കും, മാതാവേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് കരയുന്ന അപ്പച്ചന്മാരെ കാണാം. ഈ തലക്കെട്ടുമായി മുകളിൽ നിന്ന് താഴോട്ടിറക്കുമ്പോൾ ആത്മാർത്ഥമായി 12,500 വിശ്വാസികൾ വളരെ ആത്മാർത്ഥമായി ഇതേ വാക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഇതേ വാക്കുകൾ നിലവിളിച്ച് മുത്തപ്പോ എന്നൊക്കെ വിളിച്ച് നിലവിളിക്കുന്നത് കാണാം. ഒരുപക്ഷെ സ്നേഹം കൊണ്ടായിരിക്കാം ഇവർ തോമാസ് ലീഹായെ മുത്തപ്പ എന്നൊക്കെ വിളിക്കുന്നത്. എന്നാലും ആ വിളിയുടെ ആചാര രീതികൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. എന്തായാലും വിശ്വാസികൾ ഇങ്ങനെ വിശ്വസിക്കട്ടെ, വിശ്വാസികളുടെ പണം ഇങ്ങനെ കൂമ്പാരം കൂടട്ടെ. യൂട്യൂബിലെ വരുമാനം മാത്രം നോക്കി യൂട്യൂബ് വീഡിയോ ചെയ്യുന്നു എന്ന് പറയുന്ന അടിമ കുഞ്ഞാടുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പണം എങ്ങനെയാണ് കളക്ട് ചെയ്യേണ്ടതും പണം എങ്ങനെയാണ് മറ്റുള്ളവൻ്റെ പോക്കറ്റിൽ നിന്നും നേർച്ചപ്പെട്ടിയിലേക്ക് എത്തിക്കേണ്ടതും ആ പണം എങ്ങനെയാണ് യാതൊരു ചെലവുമില്ലാതെ മലമുകളിൽ നിന്നും താഴെ ഇറക്കേണ്ടതും ആ പണം എങ്ങനെയാണ് 2 കിലോമീറ്റർ അപ്പുറമുള്ള ദേവാലയത്തിലേക്ക് എത്തിക്കേണ്ടതും എന്നുള്ളതിനെക്കുറിച്ച് വിദഗ്ധമായി പഠിക്കുകയും MBAയും മനുഷ്യൻ്റെ സൈക്കോളജിയും മനസ്സിലാക്കി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് യാതൊരുവിധ ഉളുപ്പുമില്ലാതെ വളരെ കൃത്യമായി ചെയ്യുന്നത് ആരാണ് എന്നുള്ളത് നമുക്ക് ഈ പ്രവൃത്തിയിലൂടെ ഈ കാഴ്ചകളിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്ക് എന്ന് പറയുന്ന കമൻറ്റ് ചെയ്യുന്ന ചേട്ടന്മാരോട്, അടിമ അമ്മച്ചിമാരോട്, അടിമ ചേച്ചിമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ നല്ല രീതിയിൽ അധ്വാനിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന് പൗലോസ് പറഞ്ഞതുപോലെ അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ജോലി കൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടവേള സമയങ്ങളാണ് ഇത്തരം വീഡിയോകൾ ചെയ്യാനും മറ്റുള്ളവരെ ബോധവൽക്കരിക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നത് എന്നുകൂടെ എന്നെ കേൾക്കുന്ന കേൾവിക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടി ഞാനത് പറഞ്ഞു വയ്ക്കുക. എന്തുമാകട്ടെ, ആരാണ് അടിമകളെ വഞ്ചിക്കുന്നത്, ആരാണ് വിശ്വാസികളെ വഞ്ചിക്കുന്നത് എന്നുള്ളത് കൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. പൊന്മല കയറി പൊൻപണമിറക്കി പൊന്നിൻ കുരിശു മുത്തി തിരിച്ചു വരുന്ന ഒരു അടിമ വിശ്വാസിയുടെ ലക്കും ലഗാലുമില്ലാത്ത, മുന്നോട്ട് നടക്കാൻ പോലും കഴിയാത്ത ഈ അപ്പച്ചൻ്റെ ആശീർവാദത്തോടുകൂടെ 2025 പൊൻപണമിറക്കൽ ഇതാ അവസാനിച്ചു. ഇനിയും വീണ്ടും 2026 നമ്മൾ ഇതേ അടിമക്കച്ചവടവും ഇതേ അടിമപ്പണമിറക്കലും ഇതേ പരിപാടികളും തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.